അള്ളാ, ഡീസലിന്റെ വില പിന്നെയും കൂട്ടുന്നു. ഇങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കും? ഡീസലിന്റെ വില കൂട്ടാണെങ്കില് വിലകയറ്റം തടയാൻ പറ്റുമെന്നാ മുഖ്യമന്ത്രി പറയണത്. ഇതിപ്പോ നിങ്ങൾ ആത്മഹത്യ ചെയ്യാണെങ്കില് നിങ്ങളെ നമ്മള് കൊല്ലൂലെന്ന് പറഞ്ഞതിന്റെ കാര്യമാണല്ലോ. നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് കളിയാക്കൊന്നും വേണ്ട. ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞതേ 5 പേരുള്ള ഒരു കുടുംബത്തിന് കഴിയാൻ ഒരു മാസത്തേക്ക് 600 രൂപ മതിയെന്നാ. സർക്കാർ ചെലവിൽ സുഖിച്ച് ജീവിക്കുന്നവർക്ക് ഇതല്ല ഇതിനപ്പുറം വിളിച്ചറിയാം. സാധാരണക്കാരന്റെ വിഷമം ഓൾക്ക് പറഞ്ഞാ തിരിയൂലോ. ഇവർക്കൊക്കെ മന്ത്രിയും മന്ത്രിയുടെ മന്ത്രിയും ഒക്കെ ആവാൻ ഈ സാധാരണക്കാരന്റെ വോട്ട് തന്നെ വേണമെന്ന് മാത്രം. ഒന്നും പോരാത്തതിന് തൊഴിലാളികളുടെ വക പണിമുടക്കും. 48 മണിക്കൂർ പണിമുടക്കല്ലേ അഖിലേന്ത്യാടിസ്ഥാനത്തില്. സർക്കാർ ജീവനക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? പിന്നല്ലാണ്ട് ഓർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാ പോരേന്ന്. സർക്കാർ ജോലി കിട്ടുന്നത് വരെ പരിശ്രമം, പിന്നെ വിശ്രമം എന്നാണല്ലോ. നമ്മളെ നാട് എന്നാണാവോ ശരിയാവുക? അടുത്ത സർക്കാർ വരുമ്പോ ഏത് സർക്കാർ ഭരിക്കുമ്പോഴും ഈ ഒരൊറ്റ പ്രതീക്ഷയിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കണെന്നെ. ആ പറഞ്ഞത് നേരാ. മാർക്സിസ്റ്റുകാര് ഭരിക്കുമ്പോ വിചാരിക്കും കോൺഗ്രസ് വന്നാ പ്രശ്നമൊക്കെ തീരുന്നു. അങ്ങനെ ഭരണം മാറിയാലോ മറ്റോല അടുത്ത തവണ അധികാരത്തിൽ കയറിയ ഉഷാറാവൂ എന്നാ പറച്ചില്. മലയാളികളുടെ മനസ്സിൽ ഈ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് 5 കൊല്ലം കൂടുമ്പോ ഭരണം മാറണെന്ന്. ഞമ്മക്ക് എപ്പോഴും ഒരു പ്രതീക്ഷക്ക് വകണ്ടല്ലോ. ഈ ട്രേഡ് യൂണിയൻ സമരത്തിൽ എല്ലാ സർക്കാർ ജീവനക്കാരും പങ്കെടുക്കോ? പിന്നെ എല്ലാ തൊഴിലാളി സംഘടനകളും സർക്കാർ ജീവനക്കാരും അങ്ങനെ എല്ലാരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർക്കാർ ആഫീസ് അപ്പോ ഒരു 8-10 ദിവസത്തേക്ക് ലീവ് ആയിരിക്കും അല്ലേ? നിങ്ങൾ എവിടുന്ന് വന്ന് 48 മണിക്കൂർ ആ സമരം ഒന്ന് പത്രത്തിൽ കണ്ടില്ലേ? മൂപ്പര് ചോദിച്ചത് ശരിയാണെന്ന്. ഒരു സർക്കാർ ജീവനക്കാരൻ ഒരു ദിവസം ശരാശരി 4 മുതൽ 5 മണിക്കൂറാണ് പണിയെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ 48 മണിക്കൂർ പണിമുടക്ക് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം 8 ദിവസം അവധി എന്നാണ്.